Hi friends, welcome to Shilu's kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് 1 കിലോ കപ്പ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 1/4 സ്പൂൺ പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കപ്പയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. ഇനി നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 2 വിസിൽ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചിക്കൻ ഒരു 1/2 കിലോ ചിക്കനാണിത്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് സവാള, അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഞാൻ കുക്കറിലൊന്നല്ല, ഡയറക്റ്റായിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഡയറക്റ്റായിട്ട് പാനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയിട്ട് വേറൊരു പ്ലേറ്റിനകത്തേക്ക്, ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ആ വെള്ളം മാറ്റിയിട്ട് നമ്മൾക്ക് കപ്പ മാത്രമായിട്ട് ഊറ്റിയെടുക്കാം. ഇനി നമ്മളിതൊന്ന് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. അതായിരിക്കും കുറച്ചും കൂടി ഒന്ന് നന്നാവുക. കുറച്ച് അങ്ങനെ കപ്പ അങ്ങനെ കിടക്കുന്നതിനേക്കാൾ ഒന്ന് വെന്ത് കുഴഞ്ഞ് കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ചീനച്ചട്ടീൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ തന്നെ കുറച്ച് സവാള, ഒരു സവാള, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു നുള്ള് മുളക് പൊടി, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ചിക്കൻ എല്ലോട് കൂടിയ ചിക്കനാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ, കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ബോണുള്ള ചിക്കനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ കപ്പ പുഴുങ്ങിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ. അപ്പോൾ ഇനി നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെക്കും. ചെറുനാരങ്ങ അതുപോലെ തന്നെ കുറച്ച് സവാള ചോപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലിടും. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്കിതിന് കിട്ടുക. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സൂപ്പറായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ, ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ see you. Thanks for watching.